പൊന്നെ എന്ത് ഷുട്ടി ഷുട്ടി. വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് എല്ലാവരും? സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോമ്പ് തുറ ദിവസം വിത്ത് അസ്. എല്ലാ വർഷവും നമ്മളൊരു നോമ്പ് എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ എടുത്തു. അപ്പോൾ അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്, അത് അത്താഴം എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു 4-4:30 കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓവർനൈറ്റ് ഓട്സ് ഉണ്ട്, കാടമുട്ട, പിന്നെ ഫ്രൂട്ട്സ്, അവിൽ, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. പിന്നെ അപ്പോൾ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. സുഖി നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് ഇന്ന് വീട്ടിൽ വർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. അപ്പോഴാണ് നമുക്ക് 4-4:30 ആകുമ്പോൾ എണീക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നോമ്പ് തുറക്ക് ചെയ്യാനുള്ള മീൻസ് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4:30 ആകുമ്പോൾ എണീറ്റിട്ട് ഈ ഓവർനൈറ്റ് ഓട്സിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ സിറിയൽസ്, ഇതൊക്കെ ആഡ് ചെയ്ത് പിന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അത് അവലിൽ കുതിർത്തിയിട്ട് കഴിക്കാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമുക്കധികം വിശപ്പ് വരില്ലല്ലോ അവൽ കഴിച്ചാൽ, അതിന് വേണ്ടിയിട്ട്. പക്ഷേ സത്യത്തിൽ ഈ ഓവർനൈറ്റ് ഓട്സ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ നല്ല ഫുള്ളായിട്ടാണ്. ഞങ്ങളെ കൊണ്ട് അവലൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. ഓരോ സ്പൂണ് 2 പേര് കഴിച്ചു, അത്ര തന്നെ. ഇത് വിഷു കണിക്ക് വേണ്ടി ഒരുക്കി വെച്ച പോലെ തോന്നും നിങ്ങൾക്ക്. പക്ഷേ ഇത് കറക്റ്റ് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ട ഫ്രൂട്ട്സ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഓരോന്നെടുത്ത്, കാരണം നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ എല്ലാം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കുറച്ചായിട്ട് ഉണ്ടാക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെയായി വരും. കാരണം ഒരു വർക്കിംഗ് ഡേ കൂടിയാണ്, ജോലി ചെയ്യണം. ഉച്ചയ്ക്ക് 1:30 മുതൽ വർക്ക് ഉണ്ട്. വർക്കിൻ്റെ ഇടയിൽ വേണം ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കാൻ. അൺഫോർച്ചുനേറ്റ്ലി സുഖീന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അവൻ പകൽ കിടന്നുറങ്ങും, നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട്. സോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുന്നത്ര ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. എന്താ തിന്നത്? മുട്ട തിന്നു, ബിസ്ക്കറ്റ് തിന്നു. ആപ്പിൾ ഫാസ്റ്റിംഗ് ഒന്നും ഇരിക്കില്ല, ഫുൾ തീറ്റ വേണം. സോറോനൊന്ന് ഫാസ്റ്റിംഗ്. പിന്നെ ഞങ്ങൾ അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം ഇവരുടെ എന്തായാലും വാക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അപ്പം സമയം കറക്റ്റ് 5:30 ഒക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ പോകാം. അവിടെ അടുത്ത് തന്നെ ഒരു ഹൈവേ ഉണ്ട്, അവിടെ പോയിട്ട് സൺറൈസ് കാണാം. കാരണം കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിപ്പോകും. പിന്നെ എന്തായാലും 2 പേർക്കും ലേറ്റായി എണീറ്റാൽ മതിയല്ലോ. എനിക്കും 1:30 ഉള്ളൂ ഷിഫ്റ്റ്, വേറെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ ഇന്ന്, നോമ്പല്ലേ. അപ്പം നമ്മൾ വിചാരിച്ച് സൺറൈസ് കാണാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ട് പുറപ്പെട്ടു പോയി. ഒരു 6:45 ഒക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഇങ്ങനെ മോർണിംഗ് വാക്കിന് വരുന്നുണ്ടായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം നിന്ന് റൈസ് ആവണ വരെ, പിന്നെ പിള്ളേരുടെ വാക്കിങ്ങും അപ്പോൾ കഴിയുമല്ലോ, അവരുടെ മോർണിംഗ് റുട്ടീനാണല്ലോ രാവിലത്തെ വാക്കിങ്. അപ്പോൾ അതിനൊക്കെ കൂടെ വേണ്ടി നമ്മളിവിടെ വന്നു. നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ സമയത്ത് സാധാരണ പോകാറില്ല, രാവിലെ എപ്പോഴും സുഖി തന്നെയാണ് കൊണ്ടുപോകാറ്, ഈവനിങ് മാത്രമാണ് ഞാൻ പോകാറുള്ളൂ. സോ ഇതൊരു നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു, സൺറൈസായി വരുന്നതും കാണുന്നതും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പേരും പോയി കിടന്നുറങ്ങി. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് കുക്കിംഗ് ഒക്കെ തുടങ്ങാനാണ് പ്ലാൻ. ആരോ റൂഫി? പപ്പീസാ? എവിടെ പപ്പീസ്? പപ്പീസിനെ നോക്ക് നീയേ.
പിന്നെ ഉറങ്ങി എണീറ്റ് ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ചെന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ജോലിൻ്റെ ഇടയിൽ നമുക്ക് കുക്കിംഗ് കുറച്ചുകൂടി ഈസി ആവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ടെൻഡർ കോക്കനട്ട്, അതായത് കരിക്കില്ലേ, അത് പോയി ഒരു ഡബ്ബയായിട്ട് പോയിട്ട് 2 കരിക്ക് വാങ്ങിച്ചു. ഒരെണ്ണത്തിൻ്റെ വെള്ളം അവിടെ കുടിച്ചു, ഒരെണ്ണത്തിൻ്റെ വെള്ളവും 2 തേങ്ങയും കൂടെ ഒരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ ടെൻഡർ കോക്കനട്ട് പുഡിങ് വീട്ടിലുണ്ടാക്കുന്നത്. സോ ChatGPT അടുത്ത് ചോദിച്ചിട്ടാണ് റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരേ ഒരു ഇത് നെക്സ്റ്റ് ടൈം കറക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ChatGPT പറഞ്ഞത് 1 കപ്പ് മലായി, അതായത് തേങ്ങന് 1 കപ്പ് ടെൻഡർ കോക്കനട്ട് വാട്ടർ വേണമെന്നാണ്. പക്ഷേ ആ റേഷ്യോ കറക്റ്റല്ല. ആ റേഷ്യോയിൽ ചെയ്തപ്പോൾ സെറ്റൊക്കെ ആയിട്ട് വന്ന്, പക്ഷേ ഇങ്ങനെ വോബിളിങ് ആയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഡും പറഞ്ഞിങ്ങനെ ഇളകൂലേ, അങ്ങനെ ഉണ്ടായില്ല. കുറച്ച് ഇങ്ങനെ നമ്മളൊരു ബൗളിൽ സെറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പ്ലേറ്റിലേക്ക് തട്ടിയാൽ ഇങ്ങനെ നിൽക്കണം. എനിക്ക് അതാ ഇഷ്ടം, ഇങ്ങനെ ഗുണ്ടായിട്ട് നിൽക്കണം, നല്ല ചീക്കി ആയിട്ട്. പക്ഷെ അതുണ്ടായിരുന്നില്ല, കുറച്ച് പേസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് അത് മാത്രം ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും ഒരു 1/2 കപ്പ് ടെൻഡർ കോക്കനട്ട് വാട്ടറിൽ 1 കപ്പ് ടെൻഡർ കോക്കനട്ട് ഇട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ മറ്റേ ചൈന ഗ്രാസ് വാങ്ങി അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഗർ എന്ന് പറയുമല്ലോ, അതിൻ്റെ ചൈന ഗ്രാസ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചു. സോ ഇതൊരു നല്ല സാധനം കേട്ടോ, നല്ല ഡെസേർട്ടാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ പിന്നെ ChatGPT ഉള്ളതുകൊണ്ടും യൂട്യൂബ് ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവർക്കും റെസിപ്പിയൊക്കെ എടുക്കാൻ എളുപ്പമാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ അത് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു. കാരണം ഇത് ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ റൂം ടെമ്പറേച്ചർ വരെ പുറത്ത് വെച്ചിട്ട് പിന്നെ അതിനെടുത്തിട്ട് നോർമൽ ഫ്രിഡ്ജിൽ വെക്കുക വേണ്ടത്. സോ ആദ്യം തന്നെ ഡെസേർട്ടിൻ്റെ പണി തീർക്കാൻ പറഞ്ഞിട്ട് അതിൽ തുടങ്ങി. പിന്നെ കുറേ നോൺ വെജ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മീനും മട്ടനും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക, പിന്നെ മട്ടൻ ഒന്ന് കുക്ക് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ നമുക്കിങ്ങനെ എല്ലാം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇപ്പം ഞാൻ ചെയ്യണത്. അപ്പോഴത്തേക്ക് സമയം 1:30 ആയിട്ട് എനിക്ക് ലോഗിൻ ചെയ്യേണ്ട ടൈമായി. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ട്രൈപോഡ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഫോൺ ഇരിക്കുന്നില്ല. കുറച്ചുകൂടെ വീഡിയോസൊക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു ഈ പ്രിപ്പറേഷൻസിൻ്റെ. പക്ഷേ ഫോൺ വീണിട്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എത്ര തവണ വീഴും ഫോൺ, ഇനി ഫോൺ കേടായാലോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിർത്തി വീഡിയോ എടുക്കൽ. ഒരു 3-4 പ്രാവശ്യം ഫോൺ വീണു. പിന്നെ അതാ ഇപ്പോൾ ഈവനിങ് ആയിട്ടാണ്. സുഖി ഒരു 5 o'clock ആകുമ്പോൾ എണീറ്റ് വന്നു. സുഖി എൻ്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ചു, ബട്ടർ മിൽക്കും മാംഗോ ജ്യൂസും ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ അവൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പാത്രമൊക്കെ ഫുൾ അവൻ തന്നെയായിട്ടാണ് കഴുകി തന്നത്. ഇറ്റ്സ് ഓൾവേസ് എ പാർട്ട്ണർഷിപ്പ്, റൈറ്റ്? നമുക്ക് ഒരാൾ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താണോ അവരവർക്ക് പറ്റുന്നത് അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് ചെയ്യും. സോ ഇത് ഫിഷ് പൊള്ളിക്കണതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഐറ്റംസ്. കനസ്ത്ര എന്തൊക്കെയാണ്? ഫിഷ് പൊള്ളിച്ചത്, ചിക്കൻ കറി, മട്ടൻ ചുക്ക, പിന്നെ പ്രോൺസ് ഫ്രൈ, പുഡിംഗ് ഉണ്ട്, പിന്നെ പത്തിരി കോക്കനട്ട് മിൽക്കിൽ, ഫ്രൂട്ട്സ് പ്ലാറ്റർ, പഴംപൊരി, കട്ട്ലറ്റ്, പിന്നെ ബിരിയാണി ആൻഡ് അൽഫാം, ഒരു മന്തി സ്റ്റൈലിൽ ചെയ്തത്, സാലഡ്, ഹെൽത്തി, പൊറോട്ട,
പിന്നെ മാംഗോ ഷേക്കും ബട്ടർ മിൽക്കും. പിന്നെ അതൊക്കെ തിന്നാണ് സോറോ വെയിറ്റിങ്ങും. അല്ല സോറോ ഒന്നും അറിയില്ല. റൂഫി ഫ്ലാറ്റും. പിന്നെ എന്തൊക്കെയാണ് ഡിഷ്? വെൽക്കം ടു സാബ്സ് കിച്ചൺസ് ഇഫ്താർ സ്പെഷ്യൽ. ലുക്ക് അറ്റ് ദിസ് സ്പ്രെഡ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. സുഖി ഉണ്ടാക്കിയതൊക്കെ 2 സാധനങ്ങള്. സുഖിൻ എന്നെ ശല്യം ചെയ്യേണ്ടിരുന്നതാ വലുത്. സുഖി ഉറങ്ങി. സുഖി ഉണ്ടാക്കിയ 2 സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം. 1 ബട്ടർ മിൽക്ക്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, എന്നാലും നന്നായി ഉണ്ടാവും. ബട്ടർ മിൽക്കും പിന്നെ ഒരു മാംഗോ ജ്യൂസും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത്, പിന്നെ ഇത് കട്ട് ചെയ്ത് തന്നത് പറഞ്ഞതാ. ഏതാ കട്ട് ചെയ്തത്? ഇത് വാട്ടർമെലൺ മാത്രാ. പോടെ, അതൊന്നും പറയില്ല. ഇത് മട്ടൻ ചുക്കാന്ന് പറയാൻ പറ്റില്ല, മട്ടൻ റോസ്റ്റ്. ഇത് തേങ്ങ അരച്ച ചിക്കൻ കറി. ഇത് അമൂർ പൊള്ളിച്ചത്. ഇത് ടൈഗർ പ്രോൺസ് എന്താക്കിയത്, അത് എന്റെ സ്റ്റൈലിലാക്കി. മിക്സ് ക്രംസ് ഒക്കെ വെച്ച് ഫ്രൈ ചെയ്തത്. ഇത് പഴംപൊരി. ഇത് ഒരു കട്ട്ലറ്റിന്റെ ഒരു വേറെ വെറൈറ്റി. ഇത് പിന്നെ ഫ്രൂട്ട്സ് സ്പ്രെഡ്. ഇത് ഇന്നത്തെ ഹൈലൈറ്റ് ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. പിന്നെ പാൽ പത്തിരി. പിന്നെ ബിരിയാണി വിത്ത് അൽഫാം. പിന്നെ പൊറോട്ട, മലബാർ പൊറോട്ട. പിന്നെ നമ്മുടെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക. ഇത് കഴിച്ചു നോക്കി സുഖി പറയണം. ഇത് സീസർ സാലഡ് ആണ്. ഇത് കാണിക്കണ്ടാ? ഇത് കാണുന്നുണ്ട്. ഇതിന്റെ അടിയിൽ ചിക്കൻ ഒക്കെ ഉണ്ട്. ഇത് നോൺ വെജ് ആണ്. ചിക്കൻ സീസർ സാലഡ് ആണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാ. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഓക്കെ, ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. യെസ്. ഇതെന്താ വാഴയില? താഴെ വെക്കണ്ട, ഇവിടെ വെക്കുന്നുണ്ട്. അതവിടെ കുടിച്ചോ, എന്നിട്ട് മാംഗോ ജ്യൂസ് എടുക്കാൻ. ശരി, എനിക്ക് കട്ട്ലറ്റ് പഴംപൊരി എല്ലാ പ്രാവശ്യം ഞാൻ മറ്റേ ഇത് ഇടാറുണ്ട്, ബേക്കിംഗ് സോഡ. എന്നിട്ടില്ല, എന്താ വെച്ചാൽ നോമ്പല്ലേ. നോമ്പ് തുറന്നിട്ട് സോഡ കഴിച്ചാൽ ഗ്യാസ് ആവും. സോഡ ഇട്ടോ പൊങ്ങി വരും. നീ എനിക്ക് എൻ്റെ കൊടുക്കുന്നു. ഫുഡൊന്നും സ്പൂൺ എടുത്തില്ല. ഡെസേർട്ട് കഴിയും. കട്ട്ലറ്റ് സൂപ്പറായിട്ടുണ്ടല്ലേ. പീസ് ഇത് സൂക്ഷിച്ച് ഇതാ കൊള്ളു. ശരിക്കും നോമ്പ് തുറന്നു ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കഴിക്കുക, ഫ്രൂട്ട്സാ കഴിക്കുക. നമുക്ക് ആക്രാന്തം കൊടുത്തിട്ട് ഞാൻ പഴംപൊരിക്കും പോയി, നീ കട്ട്ലറ്റ്. ഇത്ര കൊല്ലം എന്റെ കൂടെ ഓരോ നോമ്പ് നോക്കിയില്ലേ, എന്നിട്ട് നമുക്കറിയില്ലേ. കൊല്ലത്തിൽ ഒന്നായതുകൊണ്ട് മറന്നു പോവാ. ഇനി നമുക്ക് കൂടുതൽ എടുക്കാലോ. ഇത് സത്യം പറയാ, വെള്ളം കുടിച്ചാ നീ നോമ്പ് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. നിന്റെ നോർമൽ ടൈം അല്ലേ, നീ അത് കഴിച്ചല്ലോ. അത് നമ്മൾ 5 മണിക്ക് മുന്നേ കഴിച്ചില്ലേ. അതെന്താ ചോദിക്കണം? ഞങ്ങൾക്ക് നോമ്പായിരുന്നടാ. അതൊക്കെ കുളുങ്ങുണ്ട് ടേബിള്. കൊള്ളടാ. കല്ലുമ്മക്കായല്ലേ, പക്ഷെ കല്ലുമ്മക്കായ എനിക്കും അത്ര ഇഷ്ടമല്ല. കുറച്ചൊക്കെ കല്ലുമ്മക്കായ പോലെ. ഞാൻ ഫസ്റ്റ് പ്രോൺസിന് മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ച്, ഇല്ലെങ്കിൽ അതിലൊന്നും പിടിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെയാണ് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എഗ്ഗ് വാഷ് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട്
ഇതിന്റെ തലയും കഴിക്കും. നല്ല ടേസ്റ്റ്. ഇതിന് തല ഒറ്റ ടേസ്റ്റ്. അതുകൊണ്ടാണ് തല ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് കഴിച്ചു നോക്കണേ. നല്ല ഒറ്റ കഴിച്ചു ക്രിസ്പി. ഞാൻ കാര്യം വിളിച്ചിട്ടുണ്ട്. നമ്മള് നോമ്പ് നോക്കിയിട്ടുണ്ടാക്കൂലേ, ആ ഫുഡ് എപ്പോഴും ടേസ്റ്റ് കൂടുതലാണ്. അല്ല, മറ്റേ ഫുഡ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടല്ല കുക്ക് ചെയ്യുന്ന ചെയ്യാ. ഇനി മുതൽ കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്യരുത്. എൻ്റെ മുഖം അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്യൂല, മനക്കണക്ക് വെച്ചിടും. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് കുറവാ ഇത് കുറവാ അങ്ങനെ തോന്നി നമ്മൾ ഇട്ടിട്ടേ ഇരിക്കും. പിന്നെ ഒരു മനക്കണക്കാണ് വെന്തുണ്ടായാൽ അയ്യോ കുതിർന്നു കാൽപ്പത്തിരിൻ്റെ കൂടെ പത്തിരിയുടെ മതിയോ? തേങ്ങാപ്പാൽ വേണമെച്ചെങ്കിൽ എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഇത് പത്തിരിന് കുതിർത്തിയുണ്ട്. ഞാൻ പറയല്ല, നീ പറയേ ഫീഡ്ബാക്ക്. നല്ല മുക്കിയിട്ട് ശരിക്കും മുസ്ലിംസ് സ്റ്റൈലല്ലേ? എനിക്കിഷ്ടമായിടാ കറി. ഈ കറി എങ്ങനെ ചെയ്ത് ചോദിക്ക്. കാരണം ഇതിനൊന്നും റെസിപ്പി ആയിട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ജോലിന്റെ ഇടയിലല്ല കുക്കിംഗ് ഒക്കെ. പിന്നെ ട്രൈപോഡാണെങ്കിൽ കേടായി, ഫോൺ വീണിട്ടേ ഇരിക്കായിരുന്നു. പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നിർത്തി, വീഡിയോ എടുക്കലേ നിർത്തി. അപ്പൊ ഞാൻ ഇപ്പൊ പറയാം ഈ ചിക്കൻ കറി എങ്ങനെ ചെയ്തോളൂന്നറിയോ? മറ്റേ അൽഫാം തന്തൂരി ചിക്കനുള്ള മസാല അല്ലേ, അതിൽ ലാസ്റ്റ് ഒരു ഇച്ചിരി മസാല ബാലൻസ് ഉണ്ടായിരുന്നു. ആ മസാലേനെ ഈ ചിക്കൻ കറിക്കുള്ള ചിക്കൻ പീസിലിട്ട് നല്ലോണം കുഴച്ച് എക്സ്ട്രാ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി ഉപ്പിട്ട് എന്നിട്ട് ഒരൊറ്റ വിസിൽ വെച്ച്. വേറെ ഒന്നും ഇട്ടില്ല കേട്ടാ, ഓർക്കണേ, ഒരു മസാല ഇട്ടില്ല, ഒരൊറ്റ വിസിൽ വെച്ച്. പിന്നെ തേങ്ങ ആദ്യം ഞാൻ വറുത്തരച്ചൊക്കെ വെക്കാൻ വെച്ച്. വറക്കണമെങ്കിൽ ആദ്യം ചിരകണ്ടേ, നമുക്ക് ടൈം ഇവിടെ. പിന്നെ ചിരവണ സാധനം നമുക്ക് മാറ്റാറായി, അത് നിക്കണേ ഇല്ല, സക്ഷൻ പോയില്ല. അപ്പൊ ചിരകാൻ പറ്റില്ല. അപ്പൊ ഞാൻ തേങ്ങനെ അടർത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് തേങ്ങ, പെരുംജീരകം, ചെറിയ ജീരകം, ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി. അപ്പോഴാണ് തക്കാളി ഇട്ടേക്കണ്, അല്ലാണ്ട് കൂട്ടാനുള്ള തക്കാളി നീ വേണ്ടിയ കഴിക്കും. ആ സ്റ്റാർട്ടിങ് വേണമെങ്കിൽ പാതി എടുക്കാം, പിന്നെ നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഞാൻ റെസിപ്പി പറയാ അവർക്ക് കൂടി വേണ്ടിട്ടാണ്. എന്നിട്ട് ഈ തേങ്ങ അരക്കുക. എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് തേങ്ങ, വലിയ ജീരകം, ചെറിയ ജീരകം, ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു തക്കാളി ഇട്ടാ, അല്ലാണ്ട് വേറെ തക്കാളി കൂട്ടാനിൽ ഇട്ടിട്ടില്ല. ഇത് നല്ല അരച്ച് നല്ല പേസ്റ്റ് ആക്കുക. എന്നിട്ട് കുക്കറിന്റെ വേഗമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് ഈ അരപ്പ് അതിൽ ചേർക്കുക, നല്ല തിളപ്പിക്കുക. കാരണം നമ്മൾ ഒരു വിസിലേ വെച്ചിട്ടുള്ളൂ, കുറച്ച് നല്ല തിളപ്പിക്കുക. അപ്പോൾ ചിക്കൻ ഒന്നുകൂടെ വേവും, കറക്റ്റ് വേവാകും. പിന്നെ ചെറുള്ളി അരിഞ്ഞതും പച്ചമുളകും വെളിച്ചെണ്ണയിൽ വറവിട്ട് കൊടുക്കുക. അത്ര ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ല ഫ്ലേവർ ഇല്ലേ. സോറി പറയാൻ പറഞ്ഞു, തേങ്ങയുടെ കൂടെ മസാലപ്പൊടികൾ ഇട്ടിട്ടാ അരക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി അധികം ഇട്ടില്ല, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല കൂട്ടാൻ എനിക്ക് ഇഷ്ടമായി. എന്നാ പാതി പൊറോട്ട മട്ടൺ ഈ മട്ടൻ്റെ റെസിപ്പി, മട്ടൺ ആദ്യം സുഖി കഴിച്ച് നോക്കട്ടെ. മട്ടൺ ഡ്രൈ ആട്ടാ, ചാറിന് ചിക്കൻ എടുത്തോളൂ, കഴിച്ച് നോക്കാം. നമുക്ക് വലിയ സ്പൂണുകൾ ചെയ്യാത്ത കാരണം എന്താടാ
നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ നോമ്പ് ചെയ്യാത്തപ്പോ ഉണ്ടാക്കിയിട്ട് ഇത്ര നന്നായില്ലല്ലോ. അല്ല നീ പറയേ, ഞാൻ നോണം പറയണെങ്കിൽ നീ പറയേ. നോമ്പ് നോക്കി ഉണ്ടാക്കിയപ്പോ നോക്ക്. ഇതിന്റെ റെസിപ്പി എന്താ അറിയോ? മട്ടന് വെറും കുറച്ച് മീറ്റ് മസാലയും ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ടിട്ട് 3 വിസില വെച്ചുള്ളൂ. ഓക്കെ, അതായത് 1 ഹൈയില് 2 ലോ. കേൾക്കുന്നുണ്ടോ നീ? എന്നിട്ട് വിസിൽ പോയതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും സവാളയും വഴറ്റി, പിന്നെ നോർമൽ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ല വഴന്ന് വരുമ്പോ അതിലേക്ക് മട്ടൺ ചേർത്തു. എന്നിട്ട് ആ മട്ടണിന് കുറച്ച് ചാറും ഉണ്ടാവുമല്ലോ, പിന്നെ നമ്മൾ 3 വിസിൽ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് മട്ടണിനെ വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇളക്കി ഇളക്കി. ഇനി ഒരു 4 ആളും കൂടി വിളിക്കായിരുന്നില്ല ഇതൊക്കെ തിന്നാൻ. നോക്ക്, എന്റെ വയറ് നിറഞ്ഞു. മീൻ പൊളിച്ചതുണ്ട്. എന്തൊക്കെ തിന്നാത്ത? ചിക്കൻ, ബിരിയാണി, മന്തി എന്ന് പറയാൻ പറ്റൂല, ബിരിയാണി. അതിന്റെ മുകളിൽ നമ്മൾ അൽഫാം വെച്ചു. അയ്യോ, അല്ലെങ്കിൽ നോമ്പ് തുറന്ന അങ്ങനെ രുചി. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് ചെയ്യാന്നറിയോ? ഇതെല്ലാം ഒന്നിച്ചല്ല സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം അതൊക്കെ. ഫ്രൂട്ട്സ്, പഴംപൊരി, കട്ട്ലറ്റ്, ജ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് സെർവ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സെറ്റായി, ഇതൊക്കെ കഴിച്ചൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോഴാണ് പത്തിരി, പൊറോട്ട, ചിക്കൻ, മട്ടൺ അതൊക്കെ. ചിക്കനൊക്കെ ഉള്ളിലുണ്ട്. ചിക്കന്, ചെറി ടൊമാറ്റോ, ഇത് ഞാൻ നോമ്പ് തുറക്കല്ലേ. അതൊക്കെ തിന്നില്ല, നേരത്തെ കൊടുത്തിട്ട് അവിടെ തുപ്പി കഴിച്ചു. അപ്പൊ അവള് തുപ്പിട്ടുണ്ട്, അവള് ഞാൻ അടുത്ത് കളഞ്ഞു. ഒരു ഫുൾ പൈനാപ്പിൾ വാങ്ങണ്ട വിചാരിച്ചിട്ട് ഇത് വാങ്ങി. പക്ഷെ ഈ വാട്ടർമെലൺ എങ്ങനെ +1 ആയി? ഞാൻ ലാസ്റ്റ് റീചെക്ക് ചെയ്താണല്ലോ. ചിക്കൻ്റെ പീസൊക്കെ ചേർത്തിട്ടുണ്ട്, ചീസൊക്കെ ഇട്ടുണ്ട്. ശരിക്കും ഞാൻ വിചാരിച്ചില്ല എല്ലാം ആവുന്ന സമയത്തിന്. I was running out of time. പിന്നെ പത്തിരി ഞാൻ വിചാരിച്ചത്ര ആയില്ല. എന്താ വെച്ചാൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയോ? ഫസ്റ്റ് ഞാൻ പ്രസ് കഴിച്ചപ്പോൾ മൃദുലൻ്റെ കയ്യിൽ നിന്ന് പ്രസ് കിട്ടി. എൻ്റെ പ്ലാന് അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി അതിനങ്ങനെ വട്ടമാക്കി തിന്നാക്കി എടുക്കുക, നൈസ് പത്തിരി. പക്ഷെ എവിടെ ടൈം ഉണ്ടായി? എനിക്കുണ്ട്. അമൂറാണ്. ഞാൻ ആവോലിയാ ചോദിച്ചു പോയത്, പക്ഷെ ആവോലില്ല. എന്തിനാ ചോദിച്ചു? അതൊന്നും പൊള്ളിക്കാന്നാണ്. അമൂറെടുത്തോ, അതിന്റെ പാതി വിലയുള്ളൂ, നല്ല ടേസ്റ്റുമാണ്, പൊള്ളിക്കാൻ പറ്റും മീനാണ്. അതന്നെ. എന്നിട്ട് ഞാൻ ഇന്ന് യൂട്യൂബിൽ നോക്കായിരുന്നു ഫിഷ് പൊള്ളിച്ചത് എങ്ങനെ ചെയ്യാ പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം വന്ന വീഡിയോ തന്നെ അമൂറ് വെച്ചിട്ടാണ്, ഒരു ചെക്കൻ്റെ വീഡിയോ.
എന്താ കഴിക്കാൻ പോണ? പുഡിംഗ്. എന്ത് പുഡിംഗ് അത്? കോക്കനട്ട് പുഡിംഗ്. ഇല്ല, ടെൻഡർ 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 പറയണോ? നോ സോറോ. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ ശരിക്കും പുറത്ത് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കണ പോലെ ഉണ്ടോ? നന്നായിട്ടുണ്ട്. ഇവിടെ അവരിടുന്നതിനേക്കാളും ഫ്ലേവർ ഉണ്ട്. ബിക്കോസ് നമ്മൾ കുറെ തേങ്ങ ഇട്ടല്ലോ.